അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഗ്രഹീതമായ നിമിഷത്തിൽ ഒരു മഴ ലഭിക്കുമ്പോൾ അതൊരു അനുഗ്രഹം കൂടിയായി മാറുകയാണ്. നമുക്കിത്തരുണത്തിൽ വളരെ ചുരുക്കി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനേ സമയമുള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ എന്റെ കടമ നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ മജ്‌ലിസുൻ നൂറും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കാനിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭവനം ഭൂമിയിൽ നിർമ്മിക്കുമ്പോൾ ഭൂമുഖത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബയാണ്. അതിലൂടെ നമുക്ക് ബോധ്യമാകുന്ന ഒരു സത്യം, ഒരു മനുഷ്യൻ എവിടെ ചെന്നാലും അവൻ മുസ്ലിമാണെങ്കിലും മുഅ്മിനാണെങ്കിലും അവന്റെ വീട് പോലും നിർമ്മിക്കുന്നതിന്റെ മുമ്പ് അവൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ഭവനം നിർമ്മിക്കണം എന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചറപ്പ് ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞത് ഇബ്നിലി ബൈതൻ ബിഹിദാഇ ബൈതി അല്ലദീ ഫിസ് സമാ, വാനലോകത്തുള്ള എന്റെ ഭവനത്തിന്റെ നേർരേഖയിൽ ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിക്കണം എന്നാണ് അള്ളാഹു ആദം നബി തങ്ങൾക്ക് കൊടുത്ത കൽപ്പന. അതിന്റെ അർത്ഥം ഭൂമുഖത്ത് വന്ന് ജനങ്ങൾക്ക് ആരാധിക്കാൻ നല്ല ഒരു ഭവനം നിർമ്മിക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭവനം നിർമ്മിച്ചു. അതാണ് പരിശുദ്ധ കഅബ. അല്ലാഹു അത് അങ്ങനെ തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ഇന്ന അവല ബൈതിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ മാർഗദർശനമായി അല്ലാഹു അനുഗ്രഹത്തിന്റെ ഒരു ഭവനമായി പരിശുദ്ധ മക്കയിൽ നിർമ്മിച്ച പരിശുദ്ധ കഅബയെ ആദ്യമായി ഭൂമുഖത്ത് ആദ്യത്തെ മനുഷ്യൻ വന്നപ്പോൾ ആദ്യം ചെയ്ത പ്രവർത്തനം കഅബ നിർമ്മാണം. അവസാനത്തെ പ്രവാചകരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വളരുമ്പോൾ അവിടെ ഈ മസ്ജിദുൽ ഹറാം ഉണ്ട്, കഅബയുണ്ട്, അതിന്റെ ചുറ്റും പള്ളിയുണ്ട്. പിന്നെ ഒരു പള്ളിയുടെ ആവശ്യം അവിടെ ഇല്ല. ആ നബി തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മദീനയിൽ വരുമ്പോൾ ആദ്യമായി മദീനത്ത് കാലുകുത്തുന്ന സന്ദർഭത്തിൽ നിർമ്മിച്ച പള്ളി മസ്ജിദ് ഖുബാ. പിന്നെ നബി തങ്ങൾ വന്നിറങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളി മസ്ജിദുൻ നബവി. ആ മസ്ജിദ് ഖുബാ എന്ന പള്ളിയാണ് മദീനത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി. അന്ത്യപ്രവാചകർ ഒരു സ്ഥലത്ത് ആദ്യമായി എത്തിച്ചേരുമ്പോൾ ആദ്യം ചെയ്ത പണിയും പള്ളി നിർമ്മാണം. തനിക്കൊരു വീട് പോലും നിർമ്മിച്ചിട്ടില്ല. പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് വീട് കെട്ടിയത്. എന്നതുപോലെ തന്നെ ഈ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധകർ ആദ്യം വന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഒരു പള്ളി നിർമ്മിച്ചു. അതാണ് ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്ന് കേസരി എ ബാലകൃഷ്ണപിള്ളവരെ തന്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ പ്രസിദ്ധമായ പള്ളി കൊടുങ്ങല്ലൂരിലെ പള്ളി. അതാണ് കൊടുങ്ങല്ലൂരിലെ പ്രധാനപ്പെട്ട പള്ളി, ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി പ്രബോധനത്തിന് വന്ന ഇസ്ലാമിന്റെ പ്രബോധകർ കൊടുങ്ങല്ലൂരിൽ പള്ളി കെട്ടാൻ വേണ്ടി കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് അർച്ചന നടത്തിയപ്പോ കൊടുങ്ങല്ലൂരിലെ അമുസ്ലിമായ രാജാവ് പോലും ചിന്തിച്ചു, ഇവർ വന്നിട്ട് ആദ്യം പറയുന്നത് അവർക്കൊരു വീട് വേണമെന്നല്ലല്ലോ, പരദേശികൾ വന്ന് ഇവിടെ ആദ്യമായി അവർക്കൊരു ആരാധനാലയം കെട്ടാനാണല്ലോ ആവശ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് അവർ പള്ളിക്ക് സ്ഥലമാണ് ചോദിച്ചത്. സ്ഥലം കൊടുത്താൽ പോരാ, അവരെ മനസ്സിനനുസരിച്ച് കൂടുതൽ കൊടുക്കണം. രാജാവ് സ്ഥലം ചോദിച്ചവർക്ക് അമുസ്ലിം രാജാവ് പള്ളി തന്നെ നിർമ്മിച്ചു കൊടുത്തു. ചോദിച്ചത് സ്ഥലമാണ്, രാജാവ് കൊടുത്തത് പള്ളി തന്നെ. അന്നത്തെ തത്വശാസ്ത്ര വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകലെ, തിരുവഞ്ചി ശിവക്ഷേത്രത്തിന് ശംഖ് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ക്ഷേത്രത്തിൽ കേൾക്കുന്ന അവസ്ഥയിൽ ഒരു പള്ളി കെട്ടിക്കൊടുത്തു കൊടുങ്ങല്ലൂർ തമ്പുരാൻ. ലോകത്ത് എവിടെ മുസ്ലിങ്ങൾ ചെന്നാലും ആദ്യം ചെയ്ത പണിയിതാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി ഈജിപ്തിലെ കെയ്റോ നഗരത്തിലുള്ള മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലുള്ള പള്ളി. അദ്ദേഹമാണ് ആദ്യമായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിൽ പ്രബോധനത്തിന് ചെന്നത്. ആ പള്ളി ഇന്നും ആ പഴമയുടെ പ്രൗഢിയോടെ വികസിപ്പിക്കപ്പെട്ട തരത്തിൽ ഇന്നും ഈജിപ്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ടാ പറയുന്നത്. ആ പള്ളി നിർമ്മിക്കാൻ, മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല പള്ളി നിർമ്മിക്കാൻ അദ്ദേഹം അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് വീട് പോലും ഇല്ല. അവിടെ ലോകത്തിന്റെ നാനാദിക്കൽ എവിടെയൊക്കെ മുസ്ലിങ്ങൾ ചെന്നപ്പെട്ടോ അവരൊക്കെ നിർവഹിച്ചത് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ നിർമ്മാണം. ഈ ഭവനം നിർമ്മിക്കുന്നതിന്റെ പ്രത്യേകത, ഇത് നിർമ്മിച്ചാൽ നാളെ പടച്ചറബ് പരലോകത്ത് നമുക്കൊരു ഭവനം സ്വർഗത്തിൽ നിർമ്മിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് കാണാമറയത്ത് നിന്നുകൊണ്ട് ഒരു അറബി, അദ്ദേഹമാണ് നമുക്കിതിന് പണത്തിന്റെ ഭൂരിഭാഗം നൽകിയത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. സൗദിയായ അദ്ദേഹം വളരെ മനോഹരമായി നമുക്കൊരു പള്ളി ഇവിടെ നിർമ്മിച്ചു തരികയാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ആദിൽ അബ്ദുൽ അസീസ് ത്വാഹ ഉബൈദ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്മരണക്ക് വേണ്ടി അങ്ങനെ ഒരു പള്ളി കാണാമറയത്ത് നിർമ്മിക്കാൻ വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയൂ. ഇത്രയും പണം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കാം, പരലോകത്തേക്കുള്ള നിക്ഷേപം.
ഇങ്ങനെ ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കടമ അത് സ്വീകരിക്കാൻ പടച്ചറപ്പിനോട് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചതും അങ്ങനെയാണ്. കഅബ നിർമ്മിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് അങ്ങനെയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഞാനും മകനും ചെയ്ത ഈ പ്രവർത്തനം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു ഏത് പ്രവർത്തനം ചെയ്താലും ദുആ കൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്, പ്രാർത്ഥന നടത്തണം. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പണിയെടുത്തവർ, ഇതിന്റെ പിന്നിൽ നിന്നവർ, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു ഒരു വലിയ നിര ഇവിടെ ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം രണ്ട് വീട്ടിലും നൽകുമാറാവട്ടെ. പ്രാർത്ഥന നിർഭരമായ ഒരു സദസ്സായിരിക്കണം. ശരിക്കും ഇതിന് പണിയെടുത്തവർക്കൊക്കെ പ്രാർത്ഥിക്കൽ നമ്മുടെ കടമയാണ്. ഒരു പള്ളി എന്ന് പറയുന്ന ഒരു നാടിന്റെ അന്തസ്സ്. ഇസ്ലാമികമായ ഒരു പ്രദേശത്തെ നമ്മൾ വിലയിരുത്തുന്ന കൾച്ചറിന്റെ ഭാഗമാണ് പള്ളി, മദ്രസ, ദീനി സ്ഥാപനങ്ങൾ. ഒരു നാട്ടിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒരു നല്ല മിനാരമുള്ള മനോഹരമായ പള്ളി കണ്ടാൽ ആ നാടിന്റെ ഇസ്ലാമികമായ പ്രൗഢി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവസാന കാലത്ത് ഒരു കുഴപ്പം വരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഷഫീഉനാ റസൂലുള്ളാഹി സ്വലാത്തും ഒക്കെ ചൊല്ലിക്കൊള്ളി മഴ പെയ്തോട്ടെ. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, തുസഖറഫുൽ മഹാനിബ് വ തുഖറബുൽ ഖുലൂബ്. പള്ളിയുടെ മെഹ്റാബുകളൊക്കെ വർണ്ണ മനോഹരമാണ്. പള്ളി നല്ല മോടിയുണ്ടാവും. നോക്കൂ നിങ്ങൾ, എന്തൊരു മനോഹരം നമ്മുടെ പള്ളി. പണ്ടത്തെ പള്ളിക്ക് ഇത്ര വലിയ മനോഹാരിത ഇല്ല. പള്ളികൾ നല്ല മനോഹരമാകും. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരും പുണ്യസ്വഹാബത്തും നിസ്കരിച്ചിരുന്ന ഒരു പള്ളി. ആദ്യകാല മസ്ജിദുൻ നബവി ഈത്തപ്പനയോട് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മസ്ജിദുൻ നബവി. ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കാനത്തിൽ കിലാബു തുഖ്ബിലു വ തുദ്ബിലു. ഹദീസിന്റെ കിതാബിലുണ്ട്, കാനത്തിൽ കിലാബു തുഖ്ബിലു വ തുദ്ബിലു. നായ്ക്കൾ പള്ളിയുടെ തലങ്ങും വിലങ്ങും ഓടുമായിരുന്നു. എന്താ കാരണം? പള്ളിക്ക് സുരക്ഷിതമായ ഭിത്തിയില്ലാത്തത്. സുരക്ഷിത ഭിത്തിയില്ലാത്ത ഈത്തപ്പന മണൽ ചാരി വെച്ച പള്ളിയിൽ നിസ്കരിച്ചവർക്ക് സുജൂദ് ചെയ്തപ്പോൾ നെറ്റിയിൽ മണൽ പുരളേണ്ടി വന്നുവെങ്കിൽ, മഴ എപ്പോഴെങ്കിലും പെയ്താൽ വെള്ളത്തിൽ നിൽക്കേണ്ടി വന്നുവെങ്കിൽ, വെയിലറിച്ചാൽ അത് കൊണ്ടുകൊണ്ട് നിസ്കരിക്കേണ്ടി വന്നുവെങ്കിൽ, നമ്മുടെ പള്ളിയിൽ ഇന്ന് മനോഹരമായ ബാത്റൂം മുതൽ മിനാരം വരെ നല്ല മാർബിൾ ഒട്ടിച്ച, നല്ല ഗ്രാനൈറ്റ് പതിച്ച വർണ്ണ മനോഹരമായ പള്ളിയിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയും. ഒട്ടുമിക്ക പള്ളികളും AC വൽക്കരിക്കപ്പെട്ടു. അടുത്ത് തന്നെ ഒരു പള്ളി വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ തങ്ങളെ കൂടെ പോയപ്പോ മുഴുവൻ AC. വയനാട്ടിൽ AC പള്ളി. കൗതുകം. ഇവിടെ AC പള്ളി എത്ര കൗതുകം. വയനാട്ടിൽ AC പള്ളി വരുമ്പോ കൗതുകം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. നായ്ക്കൾ തലങ്ങും വിലങ്ങും ഓടിയിരുന്ന പള്ളിയിൽ നിസ്കരിച്ചവരുടെ പള്ളിക്ക് മനോഹാരിത കുറവാണ്. നമ്മുടെ പള്ളിക്ക് മനോഹാരിത കൂടുതലാണ്. അതാണ് തുസഖറഫുൽ മഹാനിബ് വ തുഖറബുൽ ഖുലൂബ്. ഹൃദയങ്ങൾ ഖറാബായി, മനസ്സ് നല്ലതല്ല. അന്നത്തെ പള്ളി നിസ്കരിച്ചവരുടെ പള്ളി മോശമാണെങ്കിലും മനസ്സ് നല്ലതാണ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കുന്നവന്റെ മനസ്സ് ഈ പള്ളിയെ പോലെ മനോഹരമല്ല. പള്ളി മനോഹരമായപ്പോൾ മനസ്സ് മോശമായി. പള്ളി മോശമായിരുന്ന കാലത്ത് മനസ്സ് നന്നായി. ആ മോശമായ മനസ്സിനെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ സൂചന അന്ന് നൂറ്റാണ്ട് 14 അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ പ്രവാചക വചനം. ആ വചനം ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സുകളെ നന്നാക്കുകയാണ് വേണ്ടത്. ഹൃദയ വിശുദ്ധിയില്ലാത്തവന്റെ നിസ്കാരം പടച്ചറപ്പ് സ്വീകരിക്കൂല. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. മനസ്സിനെ നന്നാക്കിയിട്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കണം. അതാണ് ക്രമം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെ, ഖദ് അഫ്ലഹ മൻ തസക്ക. മനസ്സിനെ സംസ്കരിച്ചവൻ രക്ഷപ്പെട്ടു. മനസ്സ് നല്ല മനസ്സാകണം. മനസ്സിൽ കുരുട്ട് വെക്കരുത്, കുശുമ്പ വെക്കരുത്, മനസ്സിൽ ഒരു കുന്നായ്മയും വെക്കരുത്. നല്ല മനസ്സ് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഫസല്ല എന്നിട്ട് നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേഷമല്ല ആഗ്രഹിക്കുന്നത്, ഈ കോലമല്ല. വേഷത്തിലും ഉടയാടകളിലും ഒക്കെ കാര്യമുണ്ടെങ്കിലും അതിനേക്കാൾ പ്രധാനം കൽബിലാണ്. ഹൃദയത്തിന് വിശുദ്ധിയില്ലെങ്കിൽ ആ മനുഷ്യനെ പിന്നെ ഒന്നിനും കൊള്ളില്ല. നല്ല കോലമുണ്ടായിട്ട് കാര്യമില്ല, കാലം സ്വീകരിക്കില്ല. നമുക്കറിയാം, കോലമല്ല പ്രധാനം, അവന്റെ മനസ്സിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു നമ്മുടെ കൽബിനെ നന്നാക്കി പെരുമാറാവട്ടെ. ഹൃദയ വിശുദ്ധി ഇല്ലാത്തവൻ എത്ര നിസ്കരിച്ചിരുന്ന സൂക്ഷ്മത ഇല്ലാത്തവൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, ലൗ സല്ലൈതും ഹത്താ തകൂനു കൽ ഹനായ. നിങ്ങൾ നിസ്കരിച്ച് വില്ല് പോലെ വളഞ്ഞു. നിസ്കരിച്ചൊരു വില്ല് പോലെ വളഞ്ഞു.
പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അവൻ നിസ്കരിച്ച് പ്രയാസപ്പെട്ട് നിസ്കരിച്ച് നടുവങ്ങ് വളഞ്ഞുപോയി. നിങ്ങൾ നോമ്പ് നോറ്റ് മെലിഞ്ഞിട്ട് ഒരു കയറ് പോലെയായി. ഔത്താർ വില്ലുമ്മ കെട്ടുന്ന ഞാണ്. അമ്പും വില്ലും അതിന്റെ ഞാണുണ്ട്. വില്ല് പോലെ വളഞ്ഞു നിസ്കരിച്ചിട്ട് ഞാണ് പോലെ മെലിഞ്ഞ് നൂല് പോലെ മെലിഞ്ഞ് നോമ്പോറ്റിട്ട്. നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും ആധിക്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഫമായം പഴുക്കും, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇല്ലാ ബിൽ വറ, സൂക്ഷ്മതയില്ലെങ്കിൽ. നല്ല കൽപ്പല്ലാതെ പടച്ചടപ്പിന്റെ മുമ്പിൽ ചെന്നിട്ട് തക്ബീർ കെട്ടിയിട്ട് ഒരു ഫലമല്ല. പള്ളിയിൽ ചെന്നാൽ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഹർബ്, യുദ്ധം നടക്കുന്ന സ്ഥലം. ആരുമായിട്ടാ യുദ്ധം? നമ്മൾ തമ്മിലെ യുദ്ധം. പള്ളികൾ തമ്മിലാണോ യുദ്ധം, അതോ നമ്മൾ തമ്മിലാണോ യുദ്ധം? അല്ല, പിശാചിനോട് യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ് മിഹ്റാബ്. അത് ഹർബിന്റെ ഭൂമിയാണ്, സമരഭൂമിയാണ്. മനുഷ്യന്റെ മനസ്സിലെ സകല പൈശാചികതയും എടുത്തു വെച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് മനസ്സ് മുന്നിട്ടിരുന്ന സ്ഥലമാണ്. ജീവിതം പടച്ചറപ്പിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന സ്വലാസി വ നുസുക്കി വ മഹിയായ മമാതി എന്ന് പറയുന്ന രംഗമാണ്. ആ ആരാധനയിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ പിന്നെ പടച്ചറപ്പ് സ്വീകരിക്കില്ല. അതാണ് നമ്മൾ ചെന്നുകൊണ്ട് നിൽക്കുമ്പോ, പള്ളിയിലേക്ക് നമ്മൾ കടക്കുമ്പോ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പള്ളിയിലേക്ക് കടക്കുന്നവൻ കടക്കുന്ന സമയത്ത് ദുആ ചെയ്യേണ്ടത് അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന. പടച്ചവനെ, നിന്റെ കരുണയുടെ കവാടം എനിക്ക് തുറന്നു തരണേ. കരുണ മനസ്സിലാവുണ്ടാവണം. കാരുണ്യമുള്ളവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ട്, കാരുണ്യമില്ലാത്തവനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. നമ്മുടെ മനസ്സിൽ കരുണയുണ്ടായാൽ കൂടുതൽ ഗുണം മറ്റുള്ളവർക്ക്, നമുക്കല്ല. എന്റെ മനസ്സിൽ കരുണയുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഉപകാരം. അവൻ ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കും. അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവരോടും കരുണ കാണിക്കും. ജാതി മത ഭേദമന്യേ മനുഷ്യനോട് നല്ല നിലക്ക് പെരുമാറുന്ന ഒരു മനസ്സുണ്ടായി കിട്ടാനാണ് പള്ളിയിൽ കടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. പടച്ചോനെ നിന്റെ റഹ്മത്ത് താ എന്ന് പറയുമ്പോൾ കുറെ പൈസയും പണവും വേണമെന്നല്ല എന്റെ അർത്ഥം. കാരുണ്യമുള്ളൊരു മനസ്സ് തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പടി കടക്കുമ്പോൾ തന്നെ മനസ്സ് നന്നാക്കിയിട്ടാണ് കടക്കുന്നത്. പടി കടക്കുമ്പോൾ തന്നെ മനസ്സ് നന്നാക്കിയിട്ടാണ് കടക്കുന്നത്. എല്ലാവരോടുമുള്ള ഒരു ബാധ്യതാ ബോധത്തോടു കൂടിയാണ് കടക്കുന്നത്. സാമൂഹ്യ നന്മയാണ് അതിന്റെ പ്രധാനം. അവിടെ നിന്ന് കടന്നാൽ പിന്നെ നമ്മൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു മാത്രമാണ് വലിയവൻ, വേറെ ഒന്നും വലുതല്ല. ഞാനോ എന്റെ സമ്പത്തോ എന്റെ തറവാടോ ഞാൻ നിലകൊള്ളുന്ന പ്രസ്ഥാനമോ ഒന്നുമല്ല വലുത്. അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഇഖ്ലാസോടെ കിട്ടുന്ന കൈയാണ്. ആ കൈ കെട്ടിയിട്ട് നിസ്കാരം പിരിച്ചുവിടുന്നവരെയുള്ള ഏർപ്പാട് നോക്ക് നിങ്ങൾ. ഈ പരിശുദ്ധമായ നമസ്കാരം മനുഷ്യന് നൽകുന്ന വലിയൊരു സന്ദേശം എന്താ? ആ സന്ദേശം എന്ന് പറയുന്നത് മാനവീയ ഐക്യത്തിന്റെ സന്ദേശമാണ്. മനുഷ്യന്റെ ഐക്യത്തിന്റെ ഒരുമയുടെ സന്ദേശം. ഭിന്നിക്കാനല്ല പള്ളി, ഭിന്നിപ്പിക്കാനല്ല പള്ളി. ഭിന്നതയല്ല പള്ളിയുടെ സന്ദേശം. പള്ളിയിൽ കടന്നിട്ട് നിസ്കരിക്കുമ്പോൾ തക്ബീർ കെട്ടിയിട്ട് നമ്മൾ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഇല്ലാത്ത ഒരു നിസ്കാരം ഉണ്ടാവും. നിസ്കാരമാകണോ ഫാത്തിഹ വേണം. റുക്കുവും സുജൂദും ഒന്നും പ്രശ്നമല്ല. റുക്കു ഇല്ലാത്ത സുജൂദ് ഇല്ലാത്ത നിസ്കാരമുണ്ട്, മയ്യിത്ത് നമസ്കാരം പോലെ. ഫാത്തിഹ ഇല്ലാത്ത നിസ്കാരമില്ല. ആ ഫാത്തിഹയിൽ കൃത്യമായി നമ്മൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞാനല്ല. ഇമാമും ജമാഅത്തുമായി പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഇമാമ മെഹ്റാബിൽ നിന്ന് അങ്ങനെ ഓതിയാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നിൽ നിൽക്കുന്നവരെ പരിഗണിച്ചുകൊണ്ടാണ് ഇമാമ പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ പള്ളിയിൽ വന്ന് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്നാ പിന്നെ ഇയ്യാക അഅ്ബുദു, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഫാത്തിഹയുടെ ഹർഫിൽ തബ്ദീൽ വന്നാൽ ഒരിക്കലും പിന്നെ ആ നിസ്കാരത്തിന്റെ ഘടന ശരിയല്ല എന്ന് പരിശുദ്ധമായ ദീനിന്റെ കർമ്മശാസ്ത്രം പറയുന്നു. ഫാത്തിഹയിൽ അക്ഷരത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പൊ ഇയ്യാക നഅ്ബുദു തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും സാമൂഹ്യ ബോധം, ഞങ്ങളൊക്കെ ഒന്നാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം, ഒരുമ, അതാണ് നിസ്കാരത്തിൽ പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരുമ കൃത്യമായി പ്രകടിപ്പിക്കുന്ന നിസ്കാരത്തിന്റെ തുടക്കം ഒടുക്കമോ അത്തഹിയ്യാത്ത് ഓതിയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ നല്ല അടിമകളുടെ പേരിലും അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ, എന്റെ പേരിൽ മാത്രമല്ല. ഒരാൾ നിസ്കരിച്ചാൽ എല്ലാവർക്കും പാടെ ദ്വാരക്ക്. ഈ ദ്വായുടെ പ്രത്യേകത മഹത്വങ്ങൾ രേഖപ്പെടുത്തി. ഒരാൾ നിസ്കരിക്കുമ്പോ അത്തഹിയ്യാത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ ഫയസ്റു സവാബുഹാ ഇലാ അർവാഹിൽ മുഅ്മിനീൻ മിൻ യൗമിനാ ഹാദാ ഇലാ അഹദി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നു മുതൽ ആദം നബി തങ്ങൾ വരെ കഴിഞ്ഞുപോയ സകല മനുഷ്യന്മാരുടെ റൂഹിലേക്കും ഇതിന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലം എത്തും എന്ന് പരിശുദ്ധ ദീൻ. ഒരാൾ നിസ്കരിച്ചാൽ ലോകത്തിനാകെ ഗുണം കിട്ടുക.
ജനങ്ങൾക്ക് മുഴുവൻ ഗുണം കിട്ടുകയാണ്. വെള്ളിയാഴ്ച മുസ്ലിങ്ങളെ പള്ളിയിൽ കൂടിയാൽ ഖദ്യ ഓതും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എന്താണ് ആ വാക്കിലൊക്കെ ഉള്ളത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണം. വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണം. പെണ്ണുങ്ങൾക്ക് പള്ളി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ വരുമൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ഇതിലൊരു വലിയ സാമൂഹ്യ ബോധമുണ്ടല്ലോ. ഈ സാമൂഹ്യ ബോധമാകുന്ന ഐക്യമാണ് മതം പഠിപ്പിക്കുന്ന പരമപ്രധാനമായ കാര്യം. ഈ ഐക്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. ഈ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായതൊക്കെ നിസ്കാരം പഠിപ്പിക്കുന്നു. പരസ്പരമുള്ള വിട്ടുവീഴ്ച വരെ. അത്തയ്യാത്തിൽ ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിസ്കാരം അവസാനിപ്പിക്കുമ്പോൾ സായുജ്യം അടഞ്ഞുകൊണ്ട് പറയുന്നത്, പടച്ച റബ്ബേ, ഞാൻ മുന്തി ചെയ്തതും പിന്തി ചെയ്തതും, ഞാൻ അമിതമായി ചെയ്തതും, ഞാൻ രഹസ്യമായി ചെയ്തതും, ഞാൻ പരസ്യമായി ചെയ്തതും ഒക്കെ പറയണില്ലേ? ആയലത്തു അസ്റഫ്തു ഒക്കെ പറയണില്ലേ? അസ്റഫ്തു എന്ന് പറഞ്ഞാൽ ഞാൻ മുന്തി ചെയ്തതും പിന്തി ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും അമിതമായി ചെയ്തതും ഞാൻ ചെയ്തതും ഒക്കെ പഠിച്ചോണ്ട് കൊടുക്കണം. ഞാൻ എന്തൊക്കെ ചെയ്തോ ചെയ്യാക്കെ പഠിച്ചോണ്ട് കൊടുക്കണം. എന്നാൽ ഞാനോ എന്റെ അയൽവാസിയോട് ചെയ്ത തെറ്റ് ഞാൻ പൊറുക്കൂല, അവിടെ ഞാൻ വിടൂല, ഞാൻ വലിയ വാശിക്കാരനാണ്. അള്ളയാണെങ്കിലോ ഉള്ളതൊക്കെ പൊറുക്കുമാണ്, നടക്കൂല, അത് നടക്കൂല. ഞാൻ ഒരു ഇഞ്ചും വിട്ടുവീഴ്ചക്ക് തയ്യാറില്ല, ഞാൻ അഡ്ജസ്റ്റ്മെന്റിനെ തയ്യാറില്ല. നേരെ മറിച്ച് പടച്ചോ മുന്തി ചെയ്തതും പിന്തി ചെയ്തതും മുന്തി ചെയ്തതും പിന്തി ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും അമിതമായി ചെയ്തതും ഒക്കെ പടച്ചോ കൊടുക്കണം. ഞാൻ പൊറുക്കൂല. ഞാൻ ഒരു തരത്തിലും വിട്ടുവീഴ്ച അഫൂ ചെയ്യൂല. അവിടെ തന്നെ മനുഷ്യൻ ചിന്തിക്കണം, നമുക്ക് ആ സ്വഭാവം ഇല്ലെങ്കിൽ പിന്നെ പടച്ചറപ്പ് നമുക്ക് ആ രീതിയിലൊരു പുറത്തു തരുമോ? പുറത്തു തരില്ല. ഇന്നൽ ഹസനാത്ത് യുദ്ധികുന്ന സയ്യിആത്ത് എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ നിസ്കാരം പഠനമെങ്കിൽ നമ്മൾ ആദ്യം മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ തീർച്ചയായും തൗബ ചെയ്ത് പൊറുപ്പിച്ച് ഹക്കടപാട് വീട്ടി, നമ്മളൊക്കെ ഹജ്ജിന് പോകുന്ന പോലെ തന്നെയാണ് നിസ്കാരം. ആരാനോട് കുറെ വെറുപ്പ് സമ്പാദിച്ച് ആരാന് കുറെ ബാധ്യതകൾ കൊടുക്കാണ്ടായി കൊടുക്കാതിരുന്ന് ഹറാമായ പണം കൊണ്ട് നമ്മൾ ജീവിച്ച് നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് എന്താ കാര്യം? 10 ദിർഹമിനൊരു തുണി വാങ്ങി. 10 ദിർഹമിനൊരു തുണി വാങ്ങി അങ്ങാടി പോയിട്ട് 10 രൂപയ്ക്ക് ഒരു തുണി വാങ്ങി. ഹദീസിന്റെ കിതാബിൽ അള്ളാഹുവിന്റെ തിരുദൂതരുടെ വാചകം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരു തുണി വാങ്ങി 10 രൂപയ്ക്ക്. ഫീഹാ ദിർഹമുൻ മിൻ ഹറാം, അതിൽ 1 ദിർഹം ഹറാമിന്റെ പൈസയാണ്. 9 രൂപ വാപ്പ ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ പണിയെടുത്തുണ്ടാക്കിയതാ. 1 രൂപ വട്ടിപ്പലിശന്റെ പൈസ, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചതാ. 1 രൂപ ഹറാമിന്റെ പൈസയാണ്, അല്ലെങ്കിൽ പിടിച്ചു പറിച്ചതാ. 9 നല്ലത്, 1 മോശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പക്കൽ നിന്ന് ഒരു നിസ്കാരവും സ്വീകരിക്കില്ല. പഠിച്ചോ സ്വീകരിക്കൂല. മിൻഹു സ്വലാത്തൻ, ഒരു നിസ്കാരം പോലും മാദാമ ഫീ, ആ തുണി ഉടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന കാലത്തോളം ഒരൊറ്റ വക്ത് നിസ്കാരം പടച്ചറപ്പ് സ്വീകരിക്കില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വട്ടിപ്പലിശ വാങ്ങുന്നവനെ പള്ളി പഠിപ്പിക്കുന്നു, ആ തുണി എടുത്തിട്ട് വരണ്ട മോനെ, ആ ഭക്ഷണം കഴിച്ചിട്ട് വരണ്ട. ആരാന്റെ ഹക്ക് പിടിച്ചു വെച്ചവനെ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് പള്ളിയിൽ വരണ്ട. ജമാഅത്തിന് വന്ന് നിസ്കരിച്ചിട്ട് കാര്യമില്ല, കാപ്പട്യം കാണിച്ചിട്ട് ഫലമില്ല. ജനങ്ങളെ ബോധിപ്പിക്കാൻ വലിയ നിസ്കാരക്കാരനായിട്ട് കാര്യമില്ല. 1ാം സഫിൽ നിൽക്കും, സൗകര്യം കിട്ടുമ്പോ കള്ളുഷാപ്പ് പോകും. ആ ജാതി മനുഷ്യന്മാരുന്നുണ്ട്. വ്യഭിചാരം നടത്തും, വൃത്തികേട് ചെയ്യും, മനുഷ്യനെ തമ്മിൽ തെറ്റിക്കും, ഏഷണി കൂട്ടും, എല്ലാത്തിലും ഉണ്ടാവും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നല്ല നല്ല വേഷം ധരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കണ്ടതാണ്. ലോകം ആ തരത്തിൽ ജനങ്ങളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രൂപം സംജാതമായി. അതാ നമുക്ക് ഒരുമ പഠിപ്പിക്കുന്ന പള്ളിയുടെ അനുചരന്മാർ ഭിന്നിക്കാണ് ദിവസം. നമ്മളിങ്ങനെ ഭിന്നിക്കുന്നു, ഫാഷിസം വളരുന്നു, ശത്രുത വളരുന്നു. നമ്മുടെ സമൂഹത്തിൽ നമ്മളിങ്ങനെ തുണ്ടമാണ്. ഓരോ കാലഘട്ടം വരുന്തോറും കൂടുതൽ കൂടുതൽ സംഘങ്ങൾ മുസ്ലിങ്ങളിൽ വരിക, പാർട്ടികൾ വർദ്ധിക്കുന്നു, സംഘടനകൾ വർദ്ധിക്കുന്നു, മനുഷ്യന്മാർ ഭിന്നിക്കും. ഗുണമാണോ ദോഷമാണോ ചിന്തിച്ചോളൂ. ഫാഷിസം തലക്ക് മീതെ വന്ന് നമ്മൾ പിടിയിലകപ്പെടുന്ന സമയത്ത് കരഞ്ഞിട്ട് ഫലം ഉണ്ടാവില്ല. കെട്ടിപ്പിടിച്ചും കരയാൻ പോലും സമയമില്ലാത്ത രീതിയിൽ നമ്മൾ അടക്കി ഭരിക്കപ്പെട്ടിരിക്കും. ആ ബോധത്തോടു കൂടി വേണം മനുഷ്യൻ പെരുമാറാൻ. പരിശുദ്ധ റമദാനാ വരുന്ന, റമദാന്റെ മുന്നോടിയാണ് ഈ പള്ളിയുടെ. പരിശുദ്ധ റമദാൻ വരുന്ന സമയത്ത് നമ്മൾ തസ്കിയത്തിന്റെ മനസ്സ് വെച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് അടുക്കാൻ ഏറ്റവും പുണ്യം തേടുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സുന്ദരമായ സമയം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒറ്റ ഹദീസ് പറഞ്ഞു അവസാനിപ്പിക്കാം. ഇദാ കാന യൗമൽ ഖിയാമ, പരലോകം സമാഗതമായി മഹ്ശറിൽ നിങ്ങൾ നിർത്തപ്പെട്ടാൽ യുഹ്ശറുല്ലാഹു ഖൗമൻ,
അള്ളാഹു ഒരു ജനതയെ ഒരുമിച്ച് കൂട്ടും. വുജൂഹും കൽ കവാകിബി, ആ മനുഷ്യരുടെ മുഖങ്ങൾ വളരെ മനോഹരമായി കവാകിബ് പോലെ, നക്ഷത്രങ്ങളെ പോലെ തിളങ്ങും. വതഖൂലു ലഹുൽ മലായിക, മലക്കുകൾ അവരോട് ചോദിക്കും, മാ അഅ്മാലുക്കും, ഇങ്ങനെ നിങ്ങളുടെ മുഖം തിളങ്ങാൻ മാത്രമുള്ള നക്ഷത്ര തുല്യ മുഖമുണ്ടാകാൻ എന്ത് അമലാണ് നിങ്ങൾ ഭൂമുഖത്ത് വെച്ച് ചെയ്തു വന്നത്? ഫയഖൂലൂന, ആ ജനസമൂഹം, നക്ഷത്രം പോലെ മുഖം തിളങ്ങുന്ന ജനസമൂഹം പറയും, കുന്നാ ഇദാ സമിഅനൽ അദാന കുന്നാ ഇല ത്വഹാറ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഉടനെ ഞങ്ങൾ ശുദ്ധീകരിക്കും, അഥവാ വുദൂ ചെയ്യാൻ എഴുന്നേൽക്കും. കുന്നാ ഇല ത്വഹാറ, ഞങ്ങൾ എല്ലാവരും ശുദ്ധീകരണത്തിന് വേണ്ടി എഴുന്നേൽക്കും. അതുപോലെ തന്നെ ഞങ്ങൾ വുദൂ എടുത്തിട്ട് വലാ നസ്തഇലു ബിഗൈരിഹി, വുദൂ എടുക്കുക എന്ന പ്രവർത്തനമല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾ പോകൂല. അങ്ങനെ അവർ പറയുമ്പോൾ അതിന്റെ കാരണം മലക്കുകൾക്ക് ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് ഹദീസിൽ നബി തങ്ങൾ തുടരുന്നു, ഖൗമൻ, മറ്റൊരു സമൂഹം അവിടെ ഉണ്ടാകും, വുജൂഹുഹും കൽ ഖമർ, അവരുടെ മുഖം അതിനേക്കാൾ കുറച്ച് ശോഭിച്ച് ചന്ദ്രനെ പോലെയായിരിക്കും. ഫയുഖാലു ലഹും, അവരോട് ചോദിക്കും, മാ അഅ്മാലുക്കും, മറ്റവരെക്കാൾ നിങ്ങളുടെ മുഖം തിളങ്ങാൻ മാത്രം എന്ത് അമലാണ് നിങ്ങൾ ചെയ്തത്? ഫയഖൂലൂന, അവര് പറയും, കുന്നാ നതവല്ലഹു ഖബലൽ അദാൻ, ഞങ്ങൾ ബാങ്കിന്റെ സമയമായാൽ അത് മനസ്സിലാക്കിയിട്ട് ബാങ്കിന്റെ മുമ്പ് തന്നെ വുദൂ ചെയ്യുമായിരുന്നു. നക്ഷത്രം പോലെ മുഖം തിളങ്ങിയ ആളുകൾ ബാങ്ക് കേട്ടിട്ട് വുദൂ ചെയ്യും. ചന്ദ്രനെ പോലെ മുഖം തിളങ്ങിയവരോ, അവര് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും അവർ നേരത്തെ വുദൂ ചെയ്തു വെക്കും. ഒരു സമൂഹത്തിന്റെ മുഖം നല്ല സൂര്യപ്രകാശം പോലെ. നേരത്തെ ചോദ്യം മലക്കുകൾ അവരോട് ചോദിക്കും, അവർ മറുപടി പറയും, ഞങ്ങൾ പള്ളിയിൽ നിന്നാണ് ബാങ്ക്, നേരത്തെ തന്നെ പള്ളി കയറി. ഈ 3 ശ്രേണി മനസ്സിലായല്ലോ. ആ രീതിയിൽ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വലിയ പുണ്യമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാങ്കിന് വിളിക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് ശരിക്കും കേട്ടോ. ഒറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ മജ്‌ലിസിന്റെ ഉണ്ട്, റഹ്മാനിയുടെ പ്രസംഗമുണ്ട്, അനുബന്ധമായ എന്റെ സുഹൃത്തുക്കളും തങ്ങളൊക്കെ ഉണ്ട്. ഇന്നലില്ലാഹി മലക്കൻ യുനാദി ഇൻദ കുല്ലി സ്വലാഹ്, ഓരോ നിസ്കാരത്തിന്റെ ബാങ്കിന്റെ സമയത്ത് മലക്ക് വിളിച്ചു പറയുന്നുണ്ട്, യാ ബനി ആദമ ഖൂമൂ ഇലാ നീറാനികും, ആദമിന്റെ മകനെ, നിന്റെ നരകക്കുണ്ടിലേക്ക് നീ എഴുന്നേൽക്ക്. ബാങ്ക് വിളിക്കുമ്പോ വിളിച്ചു പറയുന്നു, നിന്റെ നരകക്കുണ്ടിലേക്ക് നീ എഴുന്നേൽക്ക്. അല്ലത്തി ഔഖത്തുമൂഹ, ആ നരകത്തിന്റെ തീ നിനക്ക് വേണ്ടി കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ്. എനിക്ക് എടുത്താൻ പോയിക്കോ, നിന്റെ നരകത്തിന്റെ തീ കെടുത്താൻ നീ വേഗം പോയിക്കോ എന്ന് ഓരോ ബാങ്ക് വിളിക്കുമ്പോഴും മലക്കുകൾ വിളിച്ചു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഅ്മിനീങ്ങളിൽ പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം, പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം. എന്താ കാരണം? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ കണ്ണില്ലാത്ത മനുഷ്യനെ നബി തങ്ങളോട് ചോദിച്ചു, നബി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ കൈ പിടിച്ചു കൊണ്ടുവരാൻ ആളില്ല, ഞാൻ കണ്ണില്ലാത്ത ആളാ. ഇനി വലിയ പരിശുദ്ധ തിരുദൂതർ ചോദിച്ചു, നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമോ? ഹൽ തസ്മഉ നിദാൽ? നഅം ഇന്നി ലാ അജിദു ലക റുഖ്സ, നിനക്കൊരു ഒഴിവ് കഴിവ് ഞാൻ കാണില്ല, അവിടെ നീ ശരിക്കും ശ്രദ്ധിച്ചോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം തങ്ങളോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളൊക്കെ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ വരുന്ന സ്വഭാവക്കാരും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തി ഈ പരിശുദ്ധ റമദാൻ നന്മ മനസ്സിൽ വിളയുന്ന ഒരു സമൂഹമായി മാറുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്ത്. കുറച്ച് ബാധ്യത കൂടി. എന്താ കാരണം? നിങ്ങൾക്ക് ബാധ്യത കൂടി. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി ഒരു അറബി അതിന് നല്ല സഹായം ചെയ്തു. അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിർബന്ധം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നമ്മൾ ഓർക്കണം, അഹ്മദുല്ലാഹി ജല്ല വ തആല വ നഷ്കുറുഹു ശുക്രൻ ജസീലൻ അല്ലദി വഫഖനാ ലിബിനാഇൽ മസ്ജിദ് ഷാമിഖ് ഫി ഹാദിഹിൽ ഖറിയ ബനാ ഹാദൽ മസ്ജിദ് അഖീനാ മിനൽ മംലക്കത്തിൽ അറബിയ്യത്തി സൗദിയ അഷ്ശൈഖ് ആദിൽ അബ്ദുൽ അസീസ് ത്വാഹ ഉബൈദ് ലിദിക്കാരി അബീഹിൽ മർഹൂം. ആ മഹാനായ മനുഷ്യൻ തന്റെ പിതാവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്. അല്ലാഹുമ്മ തഖബ്ബൽ മിൻഹു ഹാദാ അമലൻ സ്വാലിഹൻ വർഹം അബാഹു വഅദ്ഖിൽഹു ഫീ ജന്നാതിക നഈം. അല്ലാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കാലാവസ്ഥ പരിഗണിച്ച് മജ്‌ലിസുൻ നൂർ പരിഗണിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.